ഷാമിൽ ഫിത്നകൾ. ഷാമിലെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും, ഭയാനകമായിരിക്കും. എന്താണ് ഈ ഷാമിലെ ഫിത്നയുടെ അടിസ്ഥാനം? ഷാമിലെ ഫിത്നയുടെ അടിസ്ഥാനം ചതിയാണ്. ആരുടെ ചതി? ക്രിസ്ത്യാനിറ്റിയുടെയും ജൂതന്മാരുടെയും ചതി. കാരണം അത് ബൈസന്റിയൻ സാമ്രാജ്യത്തിൽപ്പെട്ടതാണ്. പുണ്യ റസൂൽ വരുമ്പോൾ അതെല്ലാം റോമക്കാരുടെ കയ്യിലാണ്. അപ്പോൾ മുഹമ്മദിയത്ത് കൈവശപ്പെടുത്തിയതാണ് എന്ത്? ഷാം. അത് തിരിച്ചു കെട്ടുക തന്നെ വേണം അവർക്ക്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അല്ലാതെ മനസ്സിലാവില്ലേ? അല്ലാഹു സുബ്ഹാനഹു അങ്ങനെ കൂടുതൽ ഉറക്കെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ കേൾക്കുന്നവരെല്ലാം കൂടെ കേൾക്കേണ്ടതും ഇല്ല. അങ്ങനെ എല്ലാവർക്കും കൂടി കേൾക്കേണ്ട വർത്തമാനമല്ല ഞാൻ ഈ പറയുന്നത്. ഞാനിതൊരു ഇൻ്റലക്ച്വൽ മീറ്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഒരു കരുത്തുറ്റ ഒരു ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം എന്നതിലാണ് ഞാൻ നിൻ്റെ വാക്കതാണ്. ലോകം എന്ന് പറഞ്ഞാൽ എന്നും ഒരു ചതിയിലാണ്. ആരുടെ ചതി? ജൂതന്മാരുടെയും നസാറത്തിൻ്റെയും ചതി. ഒരു ചതിയാ ലോകത്ത് നടക്കുന്നു. അവര് സമാവിയായ മതത്തെ നശിപ്പിച്ചു അവരെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി. അതിനെ നേരെയാക്കാൻ വേണ്ടി മുഹമ്മദിയത്ത് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദിയത്തിനോട് അവർക്ക് അന്നും ഇന്നും അസൂയാണ്. ഈ മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുമേച്ച് നടന്നിരുന്ന ഒരു സമൂഹമാണ് ലോകത്തിൻ്റെ മേൽക്കോയ്മ കിട്ടിയത്. അവർ അതിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവർക്ക് അവരുടെ ഉള്ളിൽ അസൂയാണ് മുഹമ്മദിയത്തിനെ തകർക്കുന്നത്. വളരെ നമ്മൾ ചിന്തിക്കണം. അത് അവർ കൈവശപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. സ്വന്തനല്ലേ? ഈ ഷാമിനെ കുറിച്ച് ഞാൻ ചെറിയൊരു വാതിൽ തുറന്ന് അതെല്ലാം കൂടെ എപ്പോഴും പറയാവുന്നതും അല്ല. ഇന്നിപ്പം നമ്മുടെ നാട്ടിലെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ വായി തുറക്കാൻ പറ്റാത്തൊരു കാലമാണ്. വായി തുറങ്ങാൻ നല്ല നല്ല ഉസ്താദുമാരൊക്കെ മുന്നും പിന്നും നോക്കാതെ പറഞ്ഞിരുന്ന ആളുകളൊക്കെ നേരത്തെ മരിച്ചു പോയത് നന്നായി. ഇപ്പോഴുള്ള പ്രശ്നം എന്തെന്നാൽ ഉടനെ നോക്കി നിൽക്കുകയാണ്. എന്തെന്നറിയാം, ഉടനെ സോഷ്യൽ മീഡിയയിൽ പ്രശ്നം ഉണ്ടാക്കി അത് സർക്കാരിൻ്റെ മുന്നിൽ കാണിച്ച് ബാൻ ചെയ്യാനുള്ള ശക്തമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിൻ്റെ പിന്നിലും. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സ്വകാര്യമായ ഒരു സംസാരത്തിൽ ഞാൻ സംസാരിക്കുകയാണ്. എൻ്റെ വിഷയം എന്തെന്നാൽ നിങ്ങൾ ശരി, ലോകത്തൊരു ചതി നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അത് ഇങ്ങനെ ഇരുന്ന് പറയാനേ പറ്റൂ, പരസ്യമായി പറയാൻ കഴിയില്ല. ലോകം എന്ന് പറഞ്ഞാൽ എന്നും ഒരു വൻ ചതിയിലാണ്. ആ ചതി, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചതി സത്യത്തിൽ 1-2 ലോകമായുധങ്ങൾ മുസ്ലിമീങ്ങളെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ലക്ഷ്യം മുസ്ലിമീങ്ങളെ തകർക്കലായിരുന്നു. ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വലിപ്പവും ഇന്നത്തെ അമേരിക്കയുടെ 100 ഇരട്ടി ശക്തിയും സമ്പത്തും സ്വാധീനവുമുള്ളതായിരുന്നു തുർക്കി. ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വിസ്തൃതിയും ഇന്നത്തെ അമേരിക്കയുടെ 100 ഇരട്ടി ശക്തിയും സമ്പത്തും സ്വാധീനവും ആൾബലവും എല്ലാം ഉള്ള രാജ്യമായിരുന്നു തുർക്കി. ആ തുർക്കിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് 1-ാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്. തുർക്കി നശിച്ചു. തുർക്കിയിൽ മാത്രം അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളും 1-ാം ലോക മഹായുദ്ധത്തിൽ കൊന്നിട്ടുള്ളത് ബാങ്കാണോ? തുർക്കിയിൽ മാത്രം 1-ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയും ബ്രിട്ടനും ചൈനയും റഷ്യയും ഫ്രാൻസും പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ദർഇയാക്കൾ, വഹാബികൾ എന്ന അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കൂടെ നിന്നാണ് 1-ാം ലോക മഹായുദ്ധം നടത്തിയത്.
അവർ എല്ലാവരും തുർക്കിയിൽ മാത്രം മുസ്ലിമീങ്ങളെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊന്നത് 50 ലക്ഷം ആളുകളെയാണ്. 8 ലക്ഷം സോൾജിയേഴ്സിനെയും 42 ലക്ഷം സിവിലിയന്മാരെയും ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊലപ്പെടുത്തി. എന്നിട്ട് ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പും നീണ്ടുകിടന്നിരുന്ന തുർക്കിയുടെ വിസ്തൃതമായ ഭൂഭാഗങ്ങൾ വെട്ടി കഷ്ണങ്ങളാക്കി അവർ മുസ്ലിം സമുദായത്തിനിടയിൽ പാവ സർക്കാരുകളെ കുടിയിരുത്തി. ആ പാവ സർക്കാരുകൾ ഇവരുടെ ആശ്രിതരായി നിലനിൽക്കാനുള്ള കരാറുകളും ഉണ്ടാക്കി. അവർക്കിടയിൽ ഒരു തരം അതിർത്തിയുടെയും മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത ഒരു തരം ദേശീയ വൈരത്തിൻ്റെയും വിത്ത് പാവുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണായിരുന്നു ജെറൂസലേമിനെ ബ്രിട്ടൻ തന്നെ കൈവശം വെച്ചു. 1917 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ബ്രിട്ടൻ കൈവശപ്പെടുത്ത ഭൂമിയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവർ ജൂതന്മാരെ എത്തിക്കുകയും രണ്ടാം ലോക മഹായുദ്ധം 1946 അവസാനിച്ചതിന് ശേഷം 1947 ലീഗ് ഓഫ് നേഷൻസിന് പകരം UN വന്നു. UN ഡിക്ലെയർ ചെയ്തു. അമേരിക്കയും ബ്രിട്ടനും പിന്നെ UN അംഗീകരിച്ചു. എന്തിനെ? ഇസ്രായേൽ രാഷ്ട്രത്തെ. ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചതിയുടെ ഭാഗമാണ്. ആ ചതിയാണ് ഇന്ന് നീണ്ട് ഷാമിലെ നാശത്തിലെത്തിയിരുന്നത്. ഷാമിനെ ആക്ഷേപിക്കരുത്. ലാ തസുബ്ബു അഹ്ല ഷാം ഫഇന്നഹാ അർളു ഖിയറത്തില്ല. ഭൂമിയിലെ ഏറ്റവും നല്ല ആളുകളുടെ നാട് ഷാമാണ്. ഷാമികളെ കുറ്റം പറയരുതെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഷാമാണ് ഇന്ന് തകർന്നിട്ടുള്ളത്. ഗൗത്ത എന്ന പ്രദേശത്തെക്കുറിച്ച് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന രംഗമുണ്ട്. ഗൗത്ത ചരിത്രത്തിൽ ഗൗത്തയിൽ വലിയ യുദ്ധം നടന്നു കഴിഞ്ഞ മാസം. ഈ ഗൗത്ത എന്ന നാടിനെ പറ്റി മുത്തനബി പറയുന്ന ഹദീസുകൾ കാണാം. താരിഖ് ദിമഷ്കിലും മറ്റും ഹദീസ് കാണുന്നുണ്ട്. വേറെ ഒരുപാട് സ്ഥലത്തെ ഹദീസ് കാണുന്നുണ്ട്. അബൂദാവൂദിലുമുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ ഗൗത്തയിലേക്ക് ഷാമികൾ അഭയം തേടുന്ന ഒരു കാലം വരും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഗൗത്ത എന്ന പ്രദേശത്ത് എല്ലാവർക്കും ഒതുങ്ങി നിൽക്കാൻ കഴിയുമോ? അപ്പോൾ പറഞ്ഞു, വഹിയ തത്തസിഉ ബിൽ മുസ്ലിമീന കമാ യത്തസിഉ റഹ്മു ബിൽ വലദ്. ഗർഭപാത്രത്തിൽ കുട്ടി വളരുന്നതിനനുസരിച്ച് ഗർഭപാത്രം വലുതായി കൊടുക്കുന്നത് പോലെ ഷാമിലെ ജനങ്ങൾ മുഴുവനും ഗൗത്തയിൽ വരുമ്പോൾ ഗൗത്ത വലുതായി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ നടക്കാനുള്ളതാണ്. അവ്വലുഹാ ലഅബു സിബിയാൻ, അതിൽ പിള്ളേർ കടിയിൽ നിന്ന് തുടങ്ങും. പിന്നെ നിർത്തിനടോ എന്ന് പറയാൻ ലോകത്തിലാളില്ലാതെ വരും എന്ന് മുഹമ്മദ് മുസ്തഫ. 2011 ഇത് തുടങ്ങുന്നത് ഒരു സംഘം സ്കൂൾ വിദ്യാർത്ഥികൾ ചുമരേറ്റ് നടത്തിയതാണ്. അന്ന് 2,08,00,000 ആളുകളാണ് സിറിയയിലെ ജനസംഖ്യ. ഇന്ന് അതിൽ 1,60,00,000 ആളുകളെയും കാണാനില്ല. മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചതികളാണ്. ഇതിൽ നമുക്കെന്താ ചെയ്യാൻ കഴിയാൻ? നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. അവരെ പാർട്ട് അവർ ചെയ്തോളൂ. നമ്മളെ പാർട്ട് നമ്മൾ ചെയ്യാം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ? നമുക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യാൻ നമുക്ക് കഴിയാം? നമുക്ക് 2 കാര്യമാണ് ചെയ്യാൻ കഴിയുക. 1, നമ്മളെ ഏൽപ്പിച്ച പാർട്ട് നമ്മൾ ഭംഗിയായി നിർവഹിക്കുക. 2, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പാർട്ടുണ്ട്, അദ്ദുആഉ ലില്ലാ. എല്ലാവരും അള്ളാഹുവോട്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ വന്നാൽ എന്താണ് ചെയ്യാൻ നബിയേ? അപ്പോൾ പറഞ്ഞു, ഹബീബായ റസൂലുള്ള പറഞ്ഞു ഫലാ യൻജു മിൻഹാ ഇല്ലാ മൻ ദഅ കദുആഇൽ ഗരീഖ് ഫിൽ ബഹർ. ഷാമിലെ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഫലാ യൻജു മിൻഹാ, ലോകത്ത് മുഴുവനും നാശങ്ങളുണ്ടാവും. ഫലാ യൻജു മിൻഹാ, ആ കാലഘട്ടത്തിൽ രക്ഷപ്പെടുകയില്ല, ഇല്ലാ മൻ, ഒരാളല്ലാതെ, ദഅ കദുആഇൽ ഗരീഖ് ഫിൽ ബഹർ. മനസ്സിലായില്ല നിങ്ങൾക്ക്? അവസാന കാലഘട്ടത്തിൽ വൻ യുദ്ധമുണ്ടാകും. എവിടെ? ഷാമിൽ. ആ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയാനകമാണ്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ യുദ്ധം ഉണ്ടായിട്ടില്ല. നശിപ്പിക്കണം ഒരു രാജ്യത്തെ, തകർത്തു ഏകദേശമൊക്കെ. ഫലാ യൻജു മിൻഹാ, ആ കാലഘട്ടത്തിലെ ആപത്തിൽ രക്ഷപ്പെടുകയില്ല, ഇല്ലാമൻ, ഒരാളല്ലാതെ. അയാൾ എപ്പോഴും സമുദ്രത്തിൽ മുമ്പൻ ദ്വാ ചെയ്യുമ്പോലെ അക്കാലത്ത് എല്ലാവരും എപ്പോഴും ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഈ കാലഘട്ടം. അപ്പം നമുക്ക് 2 പാർട്ടുണ്ട്. 1,
നമുക്ക് തിരിഞ്ഞു മറിഞ്ഞ് ഇലാഹിയായ തഖ്ദീർ കൊണ്ട് വന്ന ഒരു ഡ്യൂട്ടി ഉണ്ട്. അതിലിപ്പോൾ പള്ളി കമ്മിറ്റി മെമ്പറായിരിക്കും, അതെൻ്റെ ഡ്യൂട്ടിയാണ്. ചിലപ്പോൾ അത് ഹിഫ്ദുൽ ഖുർആൻ്റെ കമ്മിറ്റിക്കാരനായിരിക്കും, ചിലപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ റിസീവറായിരിക്കും, ചിലപ്പോൾ അതിന് ദാനം ചെയ്യാൻ നിഅമത്തുള്ള ഒരു സമ്പന്നനായിരിക്കും, ചിലപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കും, ചിലപ്പോൾ അവിടുത്തെ കിച്ചൺ ജോലി ചെയ്യുന്ന സാധാരണക്കാരനായിരിക്കും. ഇവർക്കൊക്കെ പാർട്ടുണ്ട്, ഉള്ളി അരിയുന്നവൻ്റെ പാർട്ടി പറഞ്ഞതുപോലെ. ഇവരെല്ലാം എന്താ ചെയ്യേണ്ടത്? അവരവരുടെ ഡ്യൂട്ടി അവർ അള്ളാഹ്ക്ക് വേണ്ടി, മനസ്സിലായില്ലേ? ഇനി ഇതൊക്കെ സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിലാക്കി തീർക്കുന്ന ആളതാക്കി തീർത്തോളൂ. നമുക്കേതായാലും മേൽനോട്ടത്തിൻ്റെ ഉത്തരവാദിത്തമില്ല, നമ്മൾ ഈ ലോകത്തിൻ്റെ മാനേജറും അല്ല. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യാം. ഇപ്പം എനിക്ക് എന്താ ചെയ്യാനുള്ളത്? ഒരു 10 മിനിറ്റ് എനിക്ക് നിങ്ങളെ മുന്നിൽ കിട്ടുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് വസ്തുതയുടെ അടിസ്ഥാനം പറഞ്ഞ് മനസ്സിലാക്കി തരാം. വെറുതെ അലസരായി നടക്കരുത്. 1. 2, ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തരം കൊട്ടിയാട്ടം പോലത്തെ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. ഇത് വളരെ ഒരു അവസാനത്തെ പോയിൻ്റാണ്. ഈ സമയത്ത് പരാജയപ്പെട്ടാൽ പരാജയപ്പെടും. ഇത് നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടും. കുറച്ച് കഴിയട്ടെ, നിങ്ങൾക്ക് ബോധ്യപ്പെടും, യാതൊരു സംശയവും വേണ്ട. വലിയ ആപത്ത് ലോകത്ത് വരാൻ പോവുകയാണ്. വിത്തിൻ 15 years 3-ാം ലോകമായിട്ടും ഉണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അള്ളാഹു തആല കാക്കട്ടെ. അത് നിങ്ങൾ ആരാണ്? ഞാൻ ആരുമല്ല. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങളൊരു നക്ഷത്രം നോക്കി പറയുന്ന ആളാണോ? അതൊന്നുമല്ല. അങ്ങനെ മനസ്സിലാവും. നിലവിലുള്ള സാഹചര്യവും മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നു. അതാകട്ടെ ലോകത്ത് നിന്ന് മുസ്ലിമീങ്ങളെ തുടച്ചു നീക്കാനുള്ള സമയമായിരിക്കും, സന്ദർഭമായിരിക്കും. ഇമാം മഹദി വരുന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ വളരെ ചുരുക്കമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ, വളരെ ചുരുക്കമായിരിക്കും. യുഖ്തലു തിസ്അത്തുൻ ഫി തിസ്അ, അക്കാലത്ത് അറബ് സമൂഹത്തിൽ 9-ൽ 7 ആളെയും കൊന്നിട്ടുണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീത്ത് ഒരുപാട് റിവായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? 9 അറബികളിൽ അന്ന് അറബികൾ എവിടെയിരിക്കും നബിയെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്ന മറുപടിയാണ് അന്ന് അറബികൾ വളരെ കുറവായിരിക്കും. 9-ൽ 7 ആളെയും കൊല ചെയ്യപ്പെടും. റോമൻ സംസ്കാരമുള്ള നാട്ടിൽ ഒരു മുസ്ലിം ശേഷിക്കുകയില്ല. ഇല്ല ഖതീലൻ ഔ അസീറ, ഒന്നിരിക്കൽ കൊല്ലും, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് മഹബൂസാവും എന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. ഫയഖ്ദുർ ബനുൽ അസ്ഫർ, ബനുൽ അസ്ഫർ ചതിക്കും. ബനുൽ അസ്ഫർ എന്നാൽ റഷ്യക്കാരാണ്. റഷ്യക്കാർ എന്നാൽ യാഫസിൻ്റെ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ കണ്ണിലൊരു മഞ്ഞ കളറുണ്ടായിരുന്നു. അവരിൽ നിന്നാണ് റഷ്യക്കാരുണ്ടായത്. അതുകൊണ്ട് അവർക്ക് ബനുൽ അസ്ഫർ എന്ന് പേര് വന്നു.
നീട്ടി സംസാരിക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൗരവമായി എല്ലാവരും മനസ്സിലാക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞില്ലേ, അതായത് ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള സമരം നടന്നിട്ടുണ്ട്. അതിൽ ഇരുട്ട് എന്നും ചതിയുടെ പക്ഷത്താണ് നിൽക്കുക. വെളിച്ചം അങ്ങനെയല്ല. വെളിച്ചത്തിന് എന്തിനോട് ഒരു സഹിഷ്ണുത വെളിച്ചത്തിനുണ്ടായിരിക്കും. ഈ ലോകത്തു നിന്ന് ഒരു വർഗത്തെയും തുടച്ചു നീക്കണം എന്ന് വിശ്വസിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ വലിയ സഹിഷ്ണുതയുള്ളവരാണ്. മദീന പള്ളിയിൽ വന്ന പാത്രിയാർക്കീസുമാർ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് തർക്കിക്കാൻ വന്നിട്ട് കൂടി അവർക്ക് വേണ്ടി മദീന പള്ളിയുടെ ഒരു സൈഡിൽ അവരുടെ ഷിർക്കിൻ്റെ ആരാധനയ്ക്ക് നേരമായപ്പോൾ അവർക്ക് വിട്ടുകൊടുത്തു എന്ന് സീറത്ത് ഇബ്നു ഹിശാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു. അതായത് അത്ര വലിയ സഹിഷ്ണുതയാണ്. നമ്മൾ ചിന്തിക്കണം, വളരെ ഗൗരവമായി നമ്മളിത് മനസ്സിലാക്കണം. പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭനായ ശിഷ്യൻ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പടയോട്ടം നടത്തി. തൻ്റെ പടനായകനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സീനായ് മരുഭൂമിയിൽ സെൻറ്റ് കാത്തറീനിൽ ഒരു മഠം ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾക്ക്. ആ വഴിയിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പടനായി പോവാണ്. ആ സമയത്ത് ആ മഠത്തിലെ അധികാരികൾ അംർ ഇബ്നുൽ ആസിനോട് വന്ന് പറഞ്ഞു, ആ ഏരിയ മുഴുവൻ ഇസ്ലാമിന് വഴിപ്പെടാണ്. അപ്പോൾ ആ സമയത്ത് ഈ മഠത്തിലെ അധികാരികൾ വന്നിട്ട് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എന്ത് നിങ്ങളുടെ പിൻഗാമികളാരെങ്കിലും ഞങ്ങളുടെ ഈ ക്രിസ്തീയ മഠത്തെ ആക്രമിച്ചാലോ? സത്യത്തിൽ ആ മഠത്തിന് പോലും അവർക്ക് അവിടെ അർഹതയില്ല. ആ മഠം എന്നാൽ മഹാനായ സയ്യിദ്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് നബുവത്ത് കിട്ടിയ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ പരിസരത്താണ് ഈ മഠം. അപ്പോൾ ആ സ്ഥലം ഏറ്റവും അവകാശപ്പെട്ട ആളുകൾ ആരാണ്? തൗഹീദിൻ്റെ ആളുകളാണ്. തൗഹീദിൻ്റെ ആളുകൾ എന്ന പേരിൽ ലോകത്തുള്ളത് ആര് മാത്രമാണ്? മുസ്ലിമീങ്ങളാണ്. മനസ്സിലാവണില്ല നിങ്ങൾക്ക് പറഞ്ഞത്. എന്നിട്ട് പോലും മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്തിരുന്നറിയോ, തൻ്റെ പട്ടാളത്തിൽ നിന്ന് കരുത്തുറ്റ ഒരാളെ അവർക്ക് പാറാവുകാരനായി നിർത്തി കൊടുത്തു. ഈ ക്രിസ്തീയ മഠത്തിന് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കൽപ്പന പ്രകാരം മഠത്തിന് പാറാവായി നിർത്തി കൊടുത്തു. അത് 1400 കൊല്ലം മുമ്പ് ഹിജ്റ 22 ഈ സംഭവം. ഇത് ഹിജ്റ 1439. ഹിജ്റ 22 ഈ സംഭവം. ഇപ്പോഴും ആ കുടുംബം തന്നെയാണ് ആ പാറാവ്. ഇപ്പോൾ അവർ 7 ആളുകളുണ്ട്. തലമുറയായി വന്ന് ആ കുടുംബത്തിൽ ഇപ്പോൾ ആണുങ്ങൾ 7 ആൾക്കാണ് ഇപ്പോൾ ചുമതല. എന്തിന് ചുമതല? ആ ഷിർക്കിൻ്റെ ക്രിസ്തീയ മഠത്തിന് പാറാവ് നിൽക്കുക. അതിനുള്ള ശമ്പളം ഈജിപ്ഷ്യൻ ഔഖാഫ് കൊടുക്കും. മനസ്സിലായില്ല? ഈജിപ്തിലെ ഇസ്ലാമിക വഖഫ് ബോർഡിൽ നിന്നാണ് എന്ത് ഈ ഷിർക്കിൻ്റെ ഈ മഠത്തിന് കാവൽ നിൽക്കുന്നവർക്കുള്ള ശമ്പളം. ഈ ആളുകളെ ഈ 2018 ഞാൻ കണ്ടിട്ടുണ്ട്. റബ്ബിൻ്റെ സഹായത്താൽ ഞാൻ ഇടയ്ക്കിടെ ഈജിപ്തിലും മറ്റൊക്കെ പോകാറുണ്ട്. ഈ വർഷം ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയാണ്. ലോകത്തെ ആദ്യത്തെ കുരിശു പള്ളി എന്നറിയപ്പെടുന്നത് ചർച്ച് ഓഫ് നേറ്റിവിറ്റിയാണ്. ജെറൂസലേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റി സന്ദർശിക്കാൻ വേണ്ടി വന്നു സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ നേരത്ത് ബാങ്ക് കൊടുത്തു. അപ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരവിടെ നിസ്കരിച്ചില്ല. ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്നാൽ ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്നത് AD 324 കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ അമ്മ ഹെലാനയാണ് ഉണ്ടാക്കിയത്. AD 324 കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ അമ്മ. കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയാണ് ബൈബിൾ മാറ്റിമറിച്ചത്. ബൈബിളിലേക്ക് ഷിർക്കിൻ്റെ സിമ്പലുകളെല്ലാം കടത്തിക്കൂട്ടിയത് കോൺസ്റ്റാന്റിനാണ്. കോൺസ്റ്റാന്റിൻ്റെ അമ്മയാണ് ചരിത്രത്തിൽ ആദ്യമായി കുരിശ് കൊണ്ടുവരുന്നത്. AD 324 അവരുണ്ടാക്കിയപ്പോൾ ആദ്യത്തെ ഷിർക്കിൻ്റെ കുരിശ് പള്ളിയാണ് ഏത് ചർച്ച് ഓഫ് നേറ്റിവിറ്റി. ഈ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ സന്ദർശിക്കാണ് ആര്? ഹിജ്റ 22 സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ സമയത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കരിച്ചില്ല. അവിടെ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. അതേ സമയത്ത് നമ്മളെ പള്ളിയുടെ സൈഡ് നിസ്കരിക്കണം. അവരെ ആരാധനക്ക് അവർക്ക്
വിട്ടുകൊടുത്തത്. അത് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സ്ഥലത്ത് നിസ്കരിച്ചില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു, പിൽക്കാലഘട്ടത്തിൽ ഉമറിൻ്റെ മസ്ജിദ് എന്ന പേരിൽ ആരെങ്കിലും ഈ ഒരു ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്തിന് അവകാശവാദം ഉന്നയിച്ചാലോ എന്ന് പറഞ്ഞ് നേരെ പുറത്തൊരു പാറയുണ്ട്, ആ പാറപ്പുറത്ത് വന്ന് നിസ്കരിച്ച്. ആ പാറപ്പുറത്ത് പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ മുസ്ലിമീങ്ങൾ പള്ളി ഉണ്ടാക്കിയതാണ് മസ്ജിദ് ഉമർ. മനസ്സിലായില്ല, പറഞ്ഞതുപോലെ സംഭവിച്ചു, പക്ഷെ അത് എവിടെയല്ല, മനസ്സിലായില്ല. ഉമർ നിസ്കരിച്ച സ്ഥലം എന്ന പേരിൽ പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? ആ പാറപ്പുറത്തൊരു പള്ളി ഉണ്ടാക്കി. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഏകദേശം ഒരു 200 മീറ്ററാണ് അകലം. പള്ളിക്ക് പൂർണ്ണമായി, ചർച്ചിന് പൂർണ്ണമായി പുറത്ത്. ഇതാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ AD 10-ാം നൂറ്റാണ്ടിൽ കുരിശ് പടയാളികൾ, AD 11-ാം നൂറ്റാണ്ടിൽ കുരിശ് പടയാളികൾ നേരെ വന്നിട്ട് എന്താ ചെയ്തതെന്നാൽ ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിൻ്റെ മെഹ്റാബ് തകർത്ത്. എന്നിട്ട് മെഹ്റാബിനെ അവർ കുതിരലായമാക്കി. മനസ്സിലായോ പറഞ്ഞത്? എതിർഭാഗത്ത് അവരുടെ കബില നമുക്ക് നേരെ എതിരാണ്. അപ്പം നമ്മുടെ മെഹ്റാബിൽ നമസ്കരിച്ച് തിരിഞ്ഞ് നിൽക്കുന്ന മെഹ്റാബിനെ അവർ പൊളിച്ചിട്ട് അവിടെ എന്താക്കി? കുതിരലായമാക്കി. നേരെ എതിർഭാഗത്ത് നമ്മൾ ചെരുപ്പ് വെച്ച് കയറുന്ന ഭാഗത്തെ അവർ പ്രധാനപ്പെട്ട പള്ളിയാക്കി. AD 1099 ആ പള്ളി പിന്നെ തിരിച്ചു പിടിക്കുന്നത് AD 1187 സുൽത്താൻ സലാഹുദ്ദീനാണ് റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലാവണില്ലേ പറഞ്ഞത്? മുസ്ലിമീങ്ങളെ സഹിഷ്ണുത അത്ര വലുതാണ്. മുസ്ലിമീങ്ങൾ ലോകത്തെവിടെയും നന്മ ആഗ്രഹിക്കുന്നവരാണ്. അത് നമ്മൾ അങ്ങനെ ചെയ്യാവൂ. ഒരിക്കലും ഭീകരവാദികളെ കൂടെ പോകരുത്. അത് നമ്മുടെ രീതിയല്ല. തീവ്രവാദം നമ്മുടെ രീതിയല്ല, ഭീകരവാദം നമ്മുടെ രീതിയല്ല. അത് രാജ്യത്തിനും സമുദായത്തിനും സമൂഹത്തിനും ഭൂമിക്കും പ്രകൃതിക്കും ഒക്കെ വിരുദ്ധമാണ്. എന്ത്? ഭീകരവാദം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു നിരപരാധിയും ആക്രമിക്കാൻ പാടില്ല, ഒരു ഉപജാപ പ്രവർത്തനവും പാടില്ല. നമ്മളെല്ലാം നേരിൻ്റെ ആളുകളാണ്, നേരാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഒരു പേടിയും വേണ്ട. ഇതിനൊക്കെ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു അവസാനമുണ്ട്, എല്ലാ കാര്യത്തിനും ഒരു കോടതിയുമുണ്ട്. ആ കോടതിയാണ് ആരുടെ കോടതി? പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം നിയന്ത്രിച്ച് നന്നാക്കുന്ന ആൾ നമ്മളല്ല. നമ്മളെ പാർട്ടി ചെയ്യുന്നു, നമ്മൾ സമൂഹത്തിൽ നന്മ ചെയ്യുന്നു. മനസ്സിലാവില്ലേ സഹോദരങ്ങളെ? അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട സമസ്ത ജമിഅത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് നമ്മുടെ നാട്ടിൽ നന്മക്ക് സ്വാലിഹ്യങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ലക്ഷ്യം നന്മയാണ്. അത് ഏത് കാലഘട്ടത്തിലും രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നന്മയുടെ കൂടെ നിന്നിട്ടുണ്ട് സമസ്ത ജമിഅത്തുൽ ഉലമ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കണം. ഒരിക്കലും ഭീകരവാദികളോ തീവ്രവാദികളോ ആയി തകർന്നു പോകരുത്. നമ്മളെ പാർട്ടി നമ്മൾ കൃത്യമായി ചെയ്യാം. അത് സമൂഹത്തിനുള്ള കലവറയില്ലാത്ത ഒരു സമർപ്പണമാണ്. അത് സമൂഹത്തിനോടുള്ള ഒരു താരതമ്യപ്പെടലാണ്, താതാത്മ്യപ്പെടലാണ്. അത് സമൂഹത്തിൻ്റെ കൂടെ നിൽക്കലാണ്. അത് കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കലാണ്. അത് വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പലാണ്. അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, കർമ്മങ്ങളിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞു, സുറൂറുൻ എന്നാണ്, തുദ്ഖിലുഹു ഫീ ഖൽബിൻ, ഒരു ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു സന്തോഷമാണത്. മനസ്സിലായില്ല? ഒരു ഹൃദയത്തിന് ഒരു സന്തോഷം നൽകാൻ കഴിഞ്ഞാൽ അതായിരിക്കും അള്ളാഹുവിന് ഏറ്റവും ഒരു തുള്ളി വെള്ളം അതിൽ നായക്കൊഴിച്ചു കൊടുത്തു. അതുകൊണ്ട് വേശ്യ രക്ഷപ്പെട്ടു, സ്വർഗസ്ഥയായി എന്ന് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് സാഹിദത്തായ പെണ്ണ് പൂച്ചയെ കെട്ടിട്ടതിൻ്റെ പേരിൽ നരകസ്ഥയായ കാര്യവും പുണ്യ റസൂൽ പറഞ്ഞു. എന്തുകൊണ്ട്? എല്ലാ ആരാധനകളുടെയും മർമ്മം കാരുണ്യമാണ്, സ്നേഹമാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഈ പ്രകൃതി അൽ ഖൽഖ് ഇയാലുള്ള ഈ സൃഷ്ടികളെല്ലാം അള്ളാഹുവിൻ്റെ കുടുംബമാണ്. ഇതൊക്കെ അഹബ്ബുഹും ഇലല്ലാഹി അൻഫഉഹും ഇലാ ഇയാലിഹി, അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടം അവർക്ക് ആ കുടുംബത്തോട് ഏറ്റവും ഉപകാരം ചെയ്തു കൊടുക്കുന്നവനെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. നിങ്ങൾ ഒരല്പം നേരമാണെങ്കിലും എനിക്കിവിടെ ഒരു അവസരം തന്നത് ഞാൻ നിങ്ങളോടൊക്കെ ഉള്ള സന്തോഷവും നന്ദിയും അറിയിക്കാം. നമ്മളൊക്കെ പ്രബോധനത്തിൻ്റെ ഈ അവസാന കാലഘട്ടത്തിൽ വരുന്ന ചില
അതിൻ്റെ ചില ഓരം പറ്റിയ ആളുകൾ മാത്രമാണ്. ഇത് നമ്മളെ ഒരു പാർട്ടാണ്. ഇത് വലിയ വലിയ ആളുകൾ നിർവഹിച്ച ഒരു കാര്യമാണ് പ്രബോധനം. ഇപ്പോൾ ഈ വിവരമില്ലാത്ത ഇഖ്ലാസില്ലാത്ത നമ്മളെപ്പോലത്തെ ആളുകളായി അതിൻ്റെ പിന്നിലിന്നേ ഉള്ളൂ. ഇതൊക്കെ വലിയ വലിയ ആളുകൾ ചെയ്തതാണ്. അപ്പം നമ്മൾ അവരെ പേര് വെടക്കാക്കാതെ നമ്മൾ പണിയെടുക്കണം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇസ്ലാം അതന്നെ. നമ്മളിപ്പോൾ ഞാൻ എന്നെ പറ്റി പറയാം, നമ്മൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹു ഇഖ്ലാസ് ഇട്ട് തരട്ടെ, അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ നമ്മൾ ഉള്ളു പൊള്ളയായ നമ്മളെപ്പോലത്തെ ആളുകൾ, നമ്മൾ ധാരണ തന്നെ. പക്ഷേ ഇന്ന് പ്രബോധനം നമ്മളെ കയ്യിലാണ്. അതും അള്ളാഹിൻ്റെ ഒരു വിധിയാണ്. അത് അള്ളാഹു തിരഞ്ഞെടുത്തതിന് അൽഹംദുലില്ലാ. പക്ഷേ ഈ ഹൃദയത്തെ വീണ്ടും ഇപ്പോൾ നമ്മളൊരു ലേശ ഇഖ്ലാസ് വെച്ചു കൊടുത്താൽ ബാക്കി കൂടി ഇഖ്ലാസിലേക്ക് അതിനെ അടുപ്പിക്കാൻ ആർക്ക് കഴിയും? അള്ളാഹുവിന്. രാജസദസ്സിൽ അർത്ഥനഗ്നകളായി ജലം വിട്ട് ചാടിയിട്ട് നൃത്തം ചവിട്ടിയിരുന്ന പെണ്ണുങ്ങൾ പിന്നെ സ്വാലിഹത്തായി അള്ളാഹ് കേൾക്കുമ്പോഴത്തേന് പൊട്ടി കരഞ്ഞ് മരിച്ചുപോയ സംഭവം ചരിത്രത്തിലുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ചൂത് കളിക്കുന്ന രാജകുമാരന്മാരെ മുന്നിൽ നഗ്നകളും അർദ്ധനഗ്നകളുമായി ചൂതാട്ടത്തിനനുസരിച്ച് നൃത്തം ചവിട്ടുക, കാലിൽ ചിലമ്പ് കെട്ടിയിട്ട് നഗ്നമേനികൾ ആട്ടിയിട്ട് നൃത്തം ചെയ്ത പെണ്ണുങ്ങൾ പിന്നീട് സ്വാലിഹത്തും ആഷിഖത്തും ഹാഷിയത്തും ഹായിഫത്തുമായിട്ട് അള്ളാഹ് കേൾക്കുമ്പോഴത്തിന് പൊട്ടിക്കരഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അവരെ അവിടേക്ക് എത്തിച്ചവൻ ആരാണ്? അള്ളാഹുവാണ്. മഞ്ചദ്ദ വജദ. നമ്മളൊരു ലേശം അധ്വാനിച്ചാൽ അള്ളാഹു അതൊക്കെ നമുക്കും തരും. അള്ളാഹു തരട്ടെ. അവൻ കൊടുക്കുന്നവനാണ്. ഫൈനഹുൽ മുഅ്തി മൻ കാന ലില്ലാഹി കാന അല്ലാഹു ലഹു. ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടിയായാൽ അള്ളാഹു അവന് വേണ്ടിയായിരിക്കും. മൻ കാന മഅ അല്ലാഹി കാന അല്ലാഹു മഅഹു. ഒരാൾ അള്ളാഹിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹു പറ അവൻ്റെ കൂടെ ഒരു പേടിയും പേടിക്കണ്ട. ഒന്നുമേ ഇല്ല. അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യൻ്റെ കാര്യം വലിയ അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു. എന്താറ്റി കുറിക്കാലും ലാഭം മുഅ്മിനായിരിക്കും. ഇദാ മസ്സതുഹു ലറാഉ സബറ വഇദാ മസ്സർതുഹു സറാഉ ശക്ര. പ്രയാസം വന്നാൽ അവൻ അള്ളാഹ് ക്ഷമിക്കും. ഫഹുവ ഖൈറുൽ ലഹു. ക്ഷമ അവന് ഖൈറായി മാറും. വഇദാ മസ്സതുഹു സറാ. സന്തോഷം വന്നാലോ ശക്ര, അവൻ അള്ളാഹുവിന് നന്ദി ചെയ്യും. ഫഹുവ ഖൈറുൽ ലഹു. അപ്പോഴും അവനത് ഖൈറായിരിക്കും. അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യൻ്റെ കാര്യം വളരെ അത്ഭുതമാണ്. എല്ലാം അവന് ലാഭമായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാം ലാഭം. എന്ത് മുഅ്മിന് ലാഭം. പേടിക്കണ്ട, ഒരു പേടിയും പേടിക്കണ്ട, ഒന്നും ബേജാറാവണ്ട. ഇന്ന് നമ്മുടെ പ്രസംഗങ്ങളിലും പ്രബോധനങ്ങളിലും നല്ലൊരു ശതമാനം നിരാശയാണ്. നിരാശ ഉളവാക്കുന്ന ഒരു വാക്കാരും പറഞ്ഞു പോയത്. ഇന്നിപ്പോൾ ഏഷാക്ക് ബാങ്ക് കൊടുത്തു അല്ലേ? ഏഷ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിറാവില്ല, ഫാസിക്കാവുള്ളൂ. നിരാശ വന്നാൽ കാഫിറോ. യാ ബനിയ ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖി വലാ തയഅസു മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിരാശ ഒരു സമൂഹം കാഫിറാകുമ്പോൾ മാത്രമാണ് ആ സമൂഹത്തിന് നിരാശ ഉണ്ടാവുക. മനസ്സിലായില്ല? ഒരു മുഅ്മിനായ മനുഷ്യൻ എന്തുണ്ടാവില്ല? നിരാശ ഉണ്ടാവില്ല. ഇന്ന് നമ്മുടെ പ്രഭാഷണങ്ങളും മറ്റു ചില ആറ്റിക്കുറുക്കിയാൽ അതിൽ കിട്ടുക നിരാശ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതൊന്നും നന്നാക്കേണ്ട ആളല്ല. നന്നാക്കേണ്ട ആൾ വരുന്നുണ്ട്, അള്ളാഹു അയക്കും. നമ്മളെ പാർട്ട് മനസ്സിലായില്ലേ? നമ്മളെ പാർട്ട് ചെയ്തേ പോവുക, അത്രയേ ഉള്ളൂ. അതിലപ്പുറം നമ്മൾ ആലോചിക്കേണ്ടതില്ല. നമുക്ക് എന്താണെങ്കിലും ഇതിൽ എന്തുണ്ടാനും ഫൈനൽ അംറ കുല്ലഹു ലഹു. എന്താണെങ്കിലും നമുക്ക് ലാഭമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരിക്കലും നിരാശ വേണ്ട, ഒരിക്കലും നിരാശ ഉണ്ടാവരുത്. ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗുണമാക്കും. നിങ്ങളാരും ബേജാറാവേണ്ടതില്ല. അതൊക്കെ അള്ളാഹു അനുഗുണമാക്കും. പ്രയാസങ്ങൾ വേണ്ട, പ്രതിസന്ധികളില്ല. നമ്മളെ പാർട്ട് നിർവഹിച്ചേ പോവുക. പിന്നെ ഇതൊക്കെ മുഅ്മിനായ മനുഷ്യന് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അള്ളാഹു അതിൽ വിജയിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം
സ്വലവാത്തും മിർ റബ്ബിഹിം റഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം. ക്ഷമിക്കുന്ന ആളുകൾ, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു തൻ്റെ മലയിൻ്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കും, വല്ലാത്തൊരു മനുഷ്യന്മാർ, ഭയങ്കര ക്ഷമയാണ് അവർക്ക് എന്നെപ്പറ്റി, ഞാൻ എന്ത് കൊടുത്താലും അവർക്ക് ക്ഷമയാണ്, അവർക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയും. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് ഹിദായത്ത് വാങ്ങിയവരും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. നമ്മളെല്ലാവരും ഇത്രയേറെ ക്ഷമിച്ച് കേട്ടിരുന്നത് എനിക്ക് നിങ്ങളോട് നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് സുന്നത്യമായതിനു വേണ്ടി പ്രവർത്തിക്കുക, സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിൻ്റെ ലക്ഷ്യം ദീനി അല്ലാത്ത ഒരു ലക്ഷ്യവും സമസ്തയ്ക്കില്ല, ഒരു ലക്ഷ്യവും സമസ്തയ്ക്കില്ല.